അത്തം, ചിത്തിര, ചോതി എന്നീ ജന്മനക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിനായി എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അത്തം നക്ഷത്രം. ഈ നക്ഷത്രക്കാർ ക്ഷമാശീലരും സൗമ്യപ്രകൃതക്കാരും വശീകരണ ശക്തിയുള്ളവരുമായിരിക്കും. അതേസമയം വൈരാഗ്യം കൊണ്ട് നടക്കുക, നിർബന്ധ ബുദ്ധിയിലായിരിക്കുക, നിയമത്തിലും നീതിയിലും താൽപര്യവും നിഷ്ഠതയും കാണിക്കുക, പരോപകാര താൽപര്യത കാട്ടുക, ഏത് വിഷമം പിടിച്ച പ്രശ്നങ്ങളിലും മധ്യസ്ഥത വഹിച്ച് പരിഹരിച്ച് വിജയിക്കുക, അന്യരെ സഹായിച്ചു പേരെടുക്കുക, അന്യരിൽ തെറ്റു കണ്ടുപിടിക്കുക, സൽപ്പേരിൽ അറിയപ്പെടാനായി അധ്വാനം ചെയ്യുക, ഈ സ്വഭാവ സവിശേഷതകളും അത്തം നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നു. ഇവർ പൊതുവെ വിജ്ഞാനദാഹികളും സംഗീതം, കല, ശാസ്ത്രം, ഗണിതം, നിയമം ഇവയിൽ പരിജ്ഞാനമുള്ളവരും നല്ല വാഗ്മികളുമാകുന്നു. അത്തം പുരുഷന്മാർ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരായി കാണുന്നില്ല. പക്ഷേ സ്ത്രീകൾ സാമ്പത്തിക മനോഭാവമുള്ളവരും ഐശ്വര്യമുള്ളവരുമാണ്. അത്തം നക്ഷത്രം കന്നിക്കൂറിലായതിനാൽ ഈ നക്ഷത്രക്കാർക്ക് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ അശുഭ നക്ഷത്രങ്ങളാണ്. ചോതി, അനിഴം, മൂലം ഈ നക്ഷത്രങ്ങൾ മൂവഞ്ചേഴാം നാളുകളാണ്. ഇവയെല്ലാം പ്രതികൂല നക്ഷത്രങ്ങളായതിനാൽ ഈ നക്ഷത്രക്കാരുമായുള്ള സാമ്പത്തിക ഇടപാടുകളും സുപ്രധാന ബന്ധങ്ങളും ഗുണത്തെ ചെയ്യുന്നില്ല. രോഹിണി, അത്തം, തിരുവോണം ജന്മാനുജന്മ നക്ഷത്രങ്ങൾ എല്ലാം ശുഭങ്ങളാണ്. രാഹു, ശനി, കേതു ഈ ഗ്രഹങ്ങളുടെ ദശാപകാര കാലങ്ങൾ ദോഷപ്രദങ്ങളായി കരുതുന്നു. ഈ കാലങ്ങളിൽ ഗ്രഹശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ചന്ദ്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ പ്രീതിക്കായി അർച്ചന, പൂജ ഇവ ചെയ്യുക. ദേവീ പൂജ, ദിവസേന ഭാഗവത പാരായണം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ഇവയെല്ലാം വളരെ നല്ല ഫലങ്ങൾ തരുന്നു. അത്തം ജന്മനക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിനായി ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം സവിത്രേ നമഃ. ഇവിടെ സൂര്യനാണ് നക്ഷത്രദേവത. ഈ മന്ത്രോച്ചാരണം ഉപദേശാർഹമാണ്. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ അത്തം നക്ഷത്രക്കാർക്ക് ഐശ്വര്യം വന്നുചേരുന്നു. അത്തം ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്രമൃഗം പോത്ത്, പക്ഷി കാക്ക, വൃക്ഷം അമ്പഴം, ഗണം ദേവഗണം, യോനി സ്ത്രീ, ഭൂതം അഗ്നി മുതലായവയാണ്. ആയതിനാൽ ഈ മൃഗപക്ഷി വൃക്ഷാദികളെ പോഷിപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർ പൗരുഷമുള്ളവരും വശ്യനോട്ടമുള്ളവരും കണിശമായി സംസാരിക്കാനുള്ള കഴിവുള്ളവരുമാകുന്നു. പ്രവർത്തന സാമർഥ്യം, സാഹസികത, ധൈര്യം, കുശാഗ്രബുദ്ധി, ശത്രുദംസനം, ആരെയും അപ്പാടെ വിശ്വസിക്കാതിരിക്കുക ഈ ഗുണങ്ങൾ ഇവരിൽ കൂടുതലായി കാണപ്പെടുന്നു. ഇവർ ആഡംബര വസ്തുക്കൾ, ലൈംഗിക സുഖം ഇവയിൽ അത്യാസക്തി കാണിക്കുന്നു. പിതാവിനും കുടുംബത്തിനും ചിത്ര നക്ഷത്രക്കാർ മൂലം ക്ലേശങ്ങളുണ്ടാകാം. മാതാവിനോട് നല്ല ബന്ധമായിരിക്കും. ദാമ്പത്യ ബന്ധങ്ങൾ സുഖകരമായിരിക്കില്ല, വിശേഷിച്ചും ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക്. എന്നാൽ സാമ്പത്തികമായി നല്ല നിലവാരമാണ് ഇവർക്കുള്ളത്. ഇവർ അവരുടെ തൻ്റെടുത്തവും ആരെയും വകവയ്ക്കാതെ ജീവിക്കുവാനുള്ള മനഃശക്തിയും കാട്ടുന്നതുമൂലം ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നും ആവർത്തിച്ചാവർത്തിച്ച് ശത്രുതകൾ, എതിർപ്പുകൾ, അപവാദങ്ങൾ ഇവയെ നേരിടേണ്ടി വരുന്നു. ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ കന്നിരാശിയിൽ വരുന്നവർക്ക് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം ഇവയും, ചിത്തിരയുടെ 3, 4 പാദങ്ങൾ തുലാം രാശിയിൽ വരുന്നതിനാൽ കാർത്തിക 2, 3, 4 പാദങ്ങളും, രോഹിണി, മകീരം 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ്. വിശാഖം, തൃക്കേട്ട, പൂരാടം ഇവ മൂവഞ്ചേഴാം നാളുകളായതിനാൽ ചിത്തിര രാശിക്കാർക്ക് ശുഭനക്ഷത്രങ്ങളല്ല. ചിത്തിര, അവിട്ടം, മകീരം എന്നീ നക്ഷത്രങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് നന്ന്. പക്ഷേ വിവാഹബന്ധങ്ങൾക്ക് അവിട്ടം, മകീരം പാടില്ല. വ്യാഴൻ, ബുധൻ, ശുക്രൻ എന്നീ ദശകളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. ചിത്തിരയുടെ നക്ഷത്രാധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വാപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ജാതകത്തിൽ ചൊവ്വ മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഈ രാജരാശികളിൽ സ്ഥിതി ചെയ്യുന്നവർ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നതും അന്യരാശിയിൽ സ്ഥിതി ചെയ്യുന്നവർ ഭദ്രകാളി ദേവിയെ ഭജിക്കുന്നതും നല്ലതാണ്. കൂടാതെ ചിത്തിര കന്നിക്കൂറുകാർക്ക് ശ്രീകൃഷ്ണ ഭജനം, ചിത്തിര തുലാം കൂറുകാർക്ക് ദേവീ ഭജനം ഇവയും എപ്പോഴും നല്ലതു തന്നെ. ചിത്തിര ജന്മനക്ഷത്രക്കാർ ഐശ്വര്യത്തിനായി ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം
വിശ്വകർമ്മണേ നമഃ. ചിത്തിര ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്രദേവത ത്വഷ്ടാവായതിനാലാണ് ഇങ്ങനെ മന്ത്രം ജപിക്കുന്നത്. ഈ മന്ത്രത്തിലൂടെ ചിത്തിര ജന്മനക്ഷത്രക്കാർക്ക് ഐശ്വര്യം വന്നുചേരുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നക്ഷത്രമൃഗം ആൾപ്പുലി, പക്ഷി കാക്ക, വൃക്ഷം കൂവളം, ഗണം അസുരഗണം, യോനി സ്ത്രീ, ഭൂതം അഗ്നി തുടങ്ങിയവ ആയതിനാൽ മേൽപ്പറഞ്ഞ മൃഗപക്ഷി വൃക്ഷാദികളെ നശിപ്പിക്കാതെ അവയെ സംരക്ഷിക്കുന്നത് ശ്രേയസ്കരമാണ്. ചോതി നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സൗമ്യ സ്വഭാവം, അന്തസ്സ്, സൗന്ദര്യപ്രിയം, ആഡംബര സുഖജീവിതം, സമ്പത്തിനോടുള്ള മോഹം ഈ ഗുണങ്ങളോട് കൂടിയവരാണ്. ഇവർ അതിഥി സൽക്കാരത്തിലും പരസഹായം ചെയ്യുന്നതിലും താൽപ്പര്യം കാണിക്കുന്നു. സുഖസന്തോഷ ജീവിതം കിട്ടുവാൻ അത്യധ്വാനം ചെയ്യുന്നു. അതേപറ്റി മനക്കോട്ട കെട്ടുന്ന ശീലക്കാരാണ് ഇവർ. ഇക്കാരണത്താൽ വ്യാപാര മനസ്ഥിതിയും ലാഭേച്ഛയും ഇവരുടെ പ്രവർത്തികളിൽ മുന്നിട്ട് നിൽക്കുന്നു. നല്ലപോലെ ചെലവ് ചെയ്യുന്നവരുമായിരിക്കും ഇവർ. ഇവർ നിഷ്പക്ഷമിതക്കാരും ത്യാഗമനസ്ഥിതിക്കാരുമാണ്. കുടുംബ ബന്ധങ്ങളും സദാ ബന്ധുസഹകരണവും ഇവർ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ തന്നെ അവരുടെ നാശത്തിനു കാരണമായി തീരാറുണ്ട്. ചോതി നക്ഷത്രക്കാർ അന്തസ്സ് വിട്ട് മറ്റൊന്നും ചെയ്യുന്ന ജന്മനക്ഷത്രക്കാർ അല്ല. സംഗീതാദി കലകളിലും ഗൃഹശോഭ വർദ്ധിപ്പിക്കുന്നതിലും ഇവർക്ക് താൽപ്പര്യം കൂടുതലാണ്. ചോതി നക്ഷത്രക്കാർക്ക് കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി മകീരം 1, 2 പാദങ്ങൾ എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളും അനിഴം, മൂലം, ഉത്രാടം, മൂവാഞ്ചേടാം നാളുകളുമാണ്. ചോതി, ചതയം, തിരുവാതിര എന്നീ നാളുകൾ പൊതുവെ ശുഭകാര്യങ്ങൾക്ക് നല്ലതാണ്. ശനി, കേതു, ആദിത്യൻ എന്നീ ദശകൾ പ്രധാനങ്ങളായി വരാം. ഈ ദശകാലങ്ങളിൽ പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നക്ഷത്രാധിപനായ രാഹു പ്രീതിയായി രാഹു അഷ്ടോത്തര നാമങ്ങൾ ചെല്ലുന്നതിനും സർപ്പഭജനം നടത്തുന്നതും പരിഹാരമാർഗങ്ങളാണ്. രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ലക്ഷ്മി പൂജ നടത്തുന്നത് അഭികാമ്യമാണ്. ചോതി നക്ഷത്രക്കാർക്ക് നക്ഷത്രദേവത വായു ആയതിനാൽ ഇവരുടെ ഐശ്വര്യത്തിനായി ചെല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം വായവേ നമഃ എന്ന മന്ത്രോച്ചാരണം. ചോതി നക്ഷത്രക്കാരുടെ ഐശ്വര്യവർദ്ധനത്തിന് സഹായിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ നക്ഷത്രമൃഗം മഹിഷം, പക്ഷി കാക്ക, വൃക്ഷം നീർമരുത്, ഗണം ദേവഗണം, യോനി പുരുഷയോനി, ഭൂതം അഗ്നി തുടങ്ങിയവ ആയതിനാൽ മേൽപ്പറഞ്ഞ മൃഗപക്ഷി വൃക്ഷാദികളെ വന്ദിക്കുന്നത് ആയുരാരോഗ്യത്തിന് ശ്രേയസ്കരമാണ്. നിങ്ങളുടെ ഐശ്വര്യത്തിനായി ഇതുപോലുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.